മീനമാസ പൂജകൾക്കായി ശബരിമല നട തുറന്നു. പുതിയ ദർശന രീതിയുടെ ട്രയൽ റൺ നടപ്പാക്കി. പുതിയ ദർശന രീതി വിജയിച്ചാൽ വിഷു പൂജ മുതൽ സ്ഥിരമായി അത് നടപ്പിലാക്കുമെന്ന് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് 24നോട് പറഞ്ഞു. മീനമാസ പൂജകൾക്കായി നട തുറന്നപ്പോൾ ശബരിമലയിൽ വൻ ഭക്തജന തിരക്കാണ് അനുഭവപ്പെടുന്നത്. തമിഴ്നാട്, ആന്ധ്ര ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ നിന്ന് നിരവധി ഭക്തരാണ് ക്ഷേത്രത്തിലെത്തിയത്. കൊടിമരച്ചുവട്ടിൽ നിന്ന് നേരിട്ട് ശ്രീകോവിലിന് മുന്നിലെത്തുന്ന പുതിയ ദർശന രീതി പരീക്ഷണാടിസ്ഥാനത്തിൽ നടപ്പിലാക്കി. പരീക്ഷണം വിജയിച്ചാൽ വിഷു പൂജ മുതൽ പുതിയ രീതി പ്രാബല്യത്തിൽ വരുമെന്ന് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്ത് 24നോട്. ഒരു ട്രയലായിട്ടാണ് ഇപ്പോൾ നടത്തുന്നത്. ഇത് സക്സസ് ആയാൽ വിഷുപൂജയ്ക്ക് പൂർണ്ണമായും നമ്മൾ നടപ്പിലാക്കും. വിഷുപൂജയ്ക്ക് കൂടി ഇത് പൂർണ്ണമായി വിജയിക്കുകയാണെങ്കിൽ സീസണിലും ഇത്തരം രീതി തന്നെ അവലംബിച്ച് മുന്നോട്ട് പോകാനാണ് ആഗ്രഹിക്കുന്നത്. പുതിയ ദർശന രീതി വിജയിക്കുമെന്നാണ് പ്രതീക്ഷയെന്നും തിരക്ക് കൂടിയാൽ ദർശനത്തിന് ഫ്ലൈ ഓവർ ഉപയോഗിക്കുമെന്നും IG ശ്രീജിത്ത് പറഞ്ഞു. ഭക്തർക്ക് പ്രത്യേക ജീവൻ സുരക്ഷാ നിധി എന്ന 24 വാർത്ത ദേവസ്വം പ്രസിഡന്റ് PS പ്രശാന്ത് സ്ഥിരീകരിച്ചു. സംഭാവനയായി മാത്രമേ പണം വാങ്ങൂവെന്നും PS പ്രശാന്ത്. അല്ല, നിർബന്ധം എന്നുള്ള പ്രശ്നമില്ല. അപ്പം ആ വിധിയാണ് ഭക്തജനങ്ങളിൽ നിന്നും വാങ്ങാം. പിന്നെ ഇത് സംഭാവന ചെയ്യാൻ ആഗ്രഹിക്കുന്ന സുമനസ്സുകളിൽ നിന്നും സ്വീകരിക്കാം. അപ്പോൾ വെർച്വൽ ക്യൂ വഴി നമുക്ക് ഓപ്ഷണലായി, ഒരു നിർബന്ധവുമില്ല, ഓപ്ഷണലായി ഒരു 5 രൂപ നമുക്ക് അവർക്ക് താല്പര്യമുണ്ടെങ്കിൽ നമ്മളത് ശേഖരിച്ചാൽ മരിക്കുന്ന ആളുകൾക്ക്, എന്തെങ്കിലും അപകടങ്ങൾ വരുന്നവർക്ക് അല്ലെങ്കിൽ മരണപ്പെടുന്നവർക്ക് ഒരു 3 ലക്ഷം രൂപ നമുക്ക് കൊടുക്കാൻ സാധിക്കും. സർക്കാർ അനുമതി ലഭിക്കുന്ന മുറയ്ക്ക് വരുന്ന സീസൺ കാലത്ത് പദ്ധതി നടപ്പാക്കാനാണ് ദേവസ്വം ബോർഡ് ആലോചന. മീനമാസ പൂജകൾ പൂർത്തിയാക്കി മാർച്ച് 19 ഹരിവരാസനം പാടി നടയടയ്ക്കും. 24 പത്തനംതിട്ട.